പൊതു ഇടങ്ങൾ ശുചിയായി സൂക്ഷിക്കുക എന്നത് സർക്കാർ നയം. ഇതിനായി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, പദ്ധതികൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അങ്ങനെ എന്തെല്ലാം. പക്ഷേ ചില സർക്കാർ ഓഫീസുകളിലേക്ക് കടന്നു ചെന്നാൽ ഇപ്പോഴും നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. കുട്ടനാടിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലെ ചില കാഴ്ചകൾ അധികാരികളുടെ നിസ്സംഗതയ്ക്ക് തെളിവല്ലേ എന്നൊരു സംശയം. മങ്കൊമ്പ് മിനി സിവിൽ സ്റ്റേഷൻ കുട്ടനാടിന്റെ ഭരണസ്ഥിരാ കേന്ദ്രം. താലൂക്കിലെ സർക്കാർ സംവിധാനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ മണിമലയാറിന്റെ തീരത്ത് 4 നിലകളിലായി നിർമ്മിച്ച കെട്ടിടം 2005 നാടിന് സമർപ്പിച്ചത് അന്നത്തെ റവന്യൂ മന്ത്രി KM മാണി. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് 10-ലേറെ സർക്കാർ ഓഫീസുകൾ. കുട്ടനാട് താലൂക്ക് ഓഫീസാണ് താഴത്തെ നിലയിൽ. 1000 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള പൊതു കെട്ടിടങ്ങൾക്ക് ലിഫ്റ്റോ റാമ്പ് സൗകര്യമോ വേണമെന്ന 2010 സർക്കാർ ഉത്തരവിന് ശേഷവും ഭിന്നശേഷി സൗഹൃദമാവാതെ ഇന്നും തുടരുകയാണ് കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷൻ. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസുകളിലെത്തുന്ന ഭിന്നശേഷിക്കാരും ഇവിടെ ജോലി ചെയ്യുന്ന ഭിന്നശേഷി ജീവനക്കാരും പരസഹായത്തോടെയാണ് കുത്തനെയുള്ള പടിക്കെട്ടുകൾ കടക്കുന്നത്. 100 കണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുന്ന സിവിൽ സ്റ്റേഷന്റെ പരിസരത്തെങ്ങും ഒരു ശുചിമുറി സംവിധാനം പോലുമില്ല. പ്രധാന കവാടത്തിലെ ഈ പടിക്കെട്ടുകൾ കടന്നു ചെന്നാൽ ആദ്യം കാണാനാവുക അന്വേഷണങ്ങൾക്കായുള്ള ജാലകം. സിവിൽ സ്റ്റേഷനിൽ ചെറുതല്ലാത്ത രീതിയിൽ എന്തിനാണ് ഇത്രയും ഇലക്ട്രോണിക് വേസ്റ്റുകളും കാലൊടിഞ്ഞ ഫർണിച്ചറുകളും പഴയ പേപ്പറുകളും കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് മാത്രം ചോദിക്കരുത്. അതിനു മാത്രം ഈ കൗണ്ടറിൽ നിന്നും മറുപടി ഉണ്ടാവില്ല. വലതുവശത്തെ ചെറിയ കോണിപ്പടിക്ക് ഇടതുഭാഗത്തായി ശ്വാസം നിലച്ച കമ്പ്യൂട്ടറുകളുടെ ശവപ്പറമ്പ്. അവിടെ നിന്ന് പുറത്തേക്കൊരു നോട്ടം പായിച്ചാൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയരുതെന്ന സർക്കാർ വക ബോർഡ് കാണാം. അതിന് തൊട്ടു ചേർന്ന് പഴയ ടാങ്കുകളുടെ ശ്മശാനമാണ്. ഇനി വലിയ പടിക്കെട്ടുകളിലേക്ക് വരാം. താലൂക്ക് സപ്ലൈ ഓഫീസ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, താലൂക്ക് വ്യവസായ ഓഫീസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, റീസർവേ ഓഫീസ് തുടങ്ങിയവയെല്ലാം ഇനിയുള്ള 3 നിലകളിലായാണ് പ്രവർത്തിക്കുന്നത്. കോണിപ്പടിയുടെ വശങ്ങളിൽ കാലൊടിഞ്ഞ കസേരകളുണ്ട്. അത് കഴിഞ്ഞാൽ ആദ്യം കണ്ണിലുടക്കുക സർവീസ് സംഘടനകളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൻ്റെ ബഹുവർണ്ണ പോസ്റ്ററുകളാണ്. ഇതൊക്കെ കാണുമ്പോൾ മാലിന്യ സംസ്കരണം നമ്മുടെ അവകാശവും കർത്തവ്യവുമാണെന്ന് ഇവരൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. പടിക്കെട്ടുകൾക്കിടയിലെ ലാൻഡിംഗ് ഏരിയകളിൽ സർക്കാരിനു വേണ്ടി പണിയെടുത്ത് ജീവൻ വെടിഞ്ഞ ഫോട്ടോ കോപ്പി മെഷീനുകൾ, കാലൊടിഞ്ഞ കസേരകൾ, മേശകൾ, കാലിക്കുപ്പികൾ, കീറിപ്പറഞ്ഞ ചാക്കുകൾ, പിന്നെ ചില ആഘോഷ പരിപാടികളുടെ ബാക്കി പത്രങ്ങൾ. ദൈനംദിന ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ചിടാൻ വേസ്റ്റ് ബിന്നുകളുണ്ട്. ജീവനക്കാർ അത് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ പുരാതനകാല അവശിഷ്ടങ്ങൾ മാത്രം നീക്കം ചെയ്യാൻ നടപടിയില്ല. അങ്ങകലെ മണിമലയാറ്റിൽ തുരുമ്പെടുത്ത് കിടക്കുന്ന ജലയാനം. സിവിൽ സ്റ്റേഷന് മുൻവശത്ത് ജലസേചന വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും കട്ടപ്പുറത്ത് കുടിയിരുത്തിയ വാഹനങ്ങൾ. അയ്യേ, ഇതെന്തൊരു നാണക്കേടെന്ന് ഇനിയും പറയിക്കാതെ ഇവയൊക്കെ ആക്രിവിലേക്ക് വിറ്റ് തുക ഖജനാവിൽ എത്തിച്ചുകൂടെ എന്നാണ് പാവം ജനത്തിൻ്റെ ചോദ്യം. ഗണപതി കല്യാണം നാളെ, സർക്കാരുകാര്യം മുറ പോലെ. സലു സാംസണും സുരേഷ് പരമേശ്വരനുമൊപ്പം VR വിനോദ്, KCV ന്യൂസ്. നികുതി കൊള്ളയിൽ നിന്ന് പിണറായി സർക്കാർ പിന്തിരിയണമെന്ന് KPCC അംഗം ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ്. കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി വാഴപ്പള്ളി വില്ലേജ് ഓഫീസ് പടിക്കൽ നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി വർദ്ധിപ്പിച്ചും ടോൾ ചുമത്തിയും മുഖ്യമന്ത്രി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ജനവിരുദ്ധതയിൽ പിണറായി വിജയൻ ലൂയി 16 കടത്തിവെട്ടുന്ന ഭരണാധികാരിയായി ചരിത്രം വിലയിരുത്തുമെന്നും അജീസ് ബെൻ മാത്യൂസ് പറഞ്ഞു. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ജീവിതം ദുസ്സഹമാക്കിയ ഇടതു സർക്കാരിനെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ കിഫ്ബി എന്ന് പറയുന്ന ആ ഒരു ഏജൻസി വഴി വായ്പ എടുത്തുകൊണ്ട്, ആ വായ്പയുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. റിസർവ് ബാങ്ക് അടക്കം മറ്റ് വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ 4%-നും 4.25%-നും വായ്പ കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ കിഫ്ബിക്ക് വേണ്ടി മസാല ബോണ്ട് വഴിയാണ് സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നത്. 7% പലിശ കൊടുത്തുകൊണ്ട്
നമുക്കറിയാം, മസാല ബോർഡ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ വലിയ പലിശയ്ക്ക് സംസ്ഥാന സർക്കാർ വായ്പയെടുക്കുമ്പോൾ അതിന്റെ പുറകിലൊക്കെയുള്ള വലിയ തട്ടിപ്പുകൾ എന്താണെന്നുള്ള വിവരം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പിണറായി വിജയൻ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ? മരുമകനും കുടുംബത്തിനുമടക്കം. മണ്ഡലം പ്രസിഡന്റ് തോമസ് അക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PK രാജു, സിബി കൈതാരം, ജോബ് വിരുത്തിക്കരി, അംബിക വിജയൻ, ഷിഹാബ് APR, CK പുരുഷോത്തമൻ, അനിൽ കോയിപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ട പുരസ്കാര നിറവിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാ പുരസ്കാരം സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും മുട്ടാർ പഞ്ചായത്തിന്. ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ, സെക്രട്ടറി ഭാമാദേവി, പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 2023-24 വർഷം ഗ്രാമപഞ്ചായത്ത് നടത്തിയ വിവിധ പദ്ധതിയേതര പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മികച്ച പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തത്. മാലിന്യമുക്ത പദ്ധതികൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, വനിതാക്ഷേമ പ്രവർത്തനങ്ങൾ, വയോജന പരിപാടികൾ, ബാലസൗഹൃദ പ്രവർത്തനങ്ങൾ, മഹാത്മാഗാന്ധി NREGS പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങി മാതൃകാപരവും മികവാർന്നതുമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് മുട്ടാർ പഞ്ചായത്തിന് ഈ നേട്ടങ്ങൾ കൈവരിക്കാനായതെന്ന് പ്രസിഡന്റ് സുരമ്യ K, സെക്രട്ടറി ഭാമാദേവി എന്നിവർ അറിയിച്ചു. യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നിയമ പോരാട്ടവും ബോധവൽക്കരണ പരിപാടികളും ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കുട്ടനാട് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ രാമങ്കരിയിൽ ജാഗ്രതാ സദസ്സും ദീപം തെളിയിക്കലും നടത്തി. ലഹരി എന്ന വിപത്ത് ഇന്ന് നമ്മുടെ നാടിനെ ചോരക്കളമാക്കുന്നു. ലഹരി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാകുന്നവർ കൂടുതലായും വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ്. സർക്കാർ സംവിധാനങ്ങളും എക്സൈസ് വകുപ്പും ലഹരി വിമുക്ത കേരളത്തിനായുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായാണ് കുട്ടനാട് എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിൽ രാമങ്കരിയിൽ ജാഗ്രതാ സദസ്സും ദീപം തെളിയിക്കലും സംഘടിപ്പിച്ചത്. ആലപ്പുഴ വിമുക്തി മാനേജരും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ EPCB ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഉള്ളതെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി രാമങ്കരി പോലുള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കുകയും ഒരു ദീപം തെളിക്കുകയും അല്ലെങ്കിൽ ഒരു മാജിക് ഷോ നടത്തുകയൊക്കെ ചെയ്യുന്നത് 100 പേര് കാണുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതിലൊരാളെങ്കിലും ലഹരി വിട്ട് തിരികെ ജീവിതത്തിലേക്ക് വന്നാൽ ഇതൊരു വൻ വിജയമാണെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അങ്ങനെ പറയാൻ സാധിക്കും. ലഹരിക്കെതിരെയുള്ള ദീപം തെളിയിക്കൽ രാമങ്കരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന റജപ്പൻ നിർവഹിച്ചു. തുടർന്ന് മജീഷ്യൻ സത്യൻ ശങ്കർ ലഹരി വിരുദ്ധ മാജിക് ഷോയും അവതരിപ്പിച്ചു. എന്ത് സംഭവിച്ചെന്നേക്കാം. ഫോക്കസ് ഫോക്സ് അപ്പോ നമുക്ക് ലഹരിയല്ല വേണ്ടത്, നമുക്ക് മധുരമാണ് വേണ്ടത്. നല്ല മധുരമുള്ള ജീവിതങ്ങൾ, നല്ല കുടുംബങ്ങൾ, മദ്യവും മയക്കുമരുന്നും എല്ലാം ഉപേക്ഷിച്ച് നല്ല കുടുംബങ്ങൾ ഉണ്ടാവട്ടെ. സമൂഹത്തിൽ നിന്നും മദ്യത്തിനെയും മയക്കുമരുന്നിനെയും നമുക്ക് ഉന്മൂലനം ചെയ്യാം. യോഗത്തിൽ കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ R ജയരാജ് അധ്യക്ഷനായി. വിമുക്തി കോർഡിനേറ്റർ GR ശ്രീ രണദിവെ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുഭാഷ് MS തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർമാരെ തിരഞ്ഞെടുത്തു. ആലപ്പുഴ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരിൽ 2 പേരും കുട്ടനാട് താലൂക്കിൽ. നെടുമുടി വില്ലേജ് ഓഫീസർ ജോമോൻ ആന്റണി, ചമ്പക്കുളം വില്ലേജ് ഓഫീസറായിരുന്ന സജിമോൾ ജോസഫ് എന്നിവരാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. സജിമോൾ ജോസഫ് നിലവിൽ എടത്വ വില്ലേജ് ഓഫീസറാണ്. പതിറ്റാണ്ടുകളായി തരിശു കിടന്ന പുഞ്ചനിലത്തിൽ ഇക്കുറി 100 മേനി വിളയിച്ച് കർഷകർ. 4 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ കൊയ്ത്തുത്സവം വ്യാഴാഴ്ച നടന്നു. തലവടി പഞ്ചായത്ത് 6ാം വാർഡിൽ തലവടി വാടക്കകം പാടശേഖരത്താണ് ഇക്കുറി 100 മേനി വിളഞ്ഞത്. 22 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ കർഷകനായ ബിജു ഡേവിഡിന്റെ നേതൃത്വത്തിൽ സമീപ പാടശേഖര കർഷകരുടെയും തൊഴിലാളികളുടെയും പരിശ്രമത്തിലാണ് കൃഷി ആരംഭിച്ചത്.
കഴിഞ്ഞ സീസണിൽ കൃഷി ആരംഭിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥ മൂലം വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കുറി ഒരു കൂട്ടം ആളുകളുടെ നിസ്വാർത്ഥ സേവനവും കാലാവസ്ഥ അനുകൂലമായി വന്നതുമാണ് വിളവെടുപ്പിലെത്തിച്ചത്. വിളവുകാലം കുറവുള്ള മനുരത്നം വിത്താണ് വിതച്ചത്. പാടത്ത് വെള്ളം കയറ്റൽ ഏറെ ശ്രമകരമായിരുന്നു. എന്നാൽ പ്രതികൂല സാഹചര്യം വകവയ്ക്കാതെ കൃഷിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ കർഷകർ തീരുമാനിച്ചതാണ് നൂറുമേനി വിളവിലെത്തിച്ചത്. തരിശുനിലത്തെ നെൽകൃഷിയുടെ വിളവെടുപ്പുത്സവം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഉദ്ഘാടനം ചെയ്തു. വാടക്കയാവും പാടശേഖരത്തിൽ തന്നെ തുടങ്ങിയതിലേറെ സന്തോഷം. നമുക്കറിയാം, ഒരു അധ്യാപക കുടുംബത്തിലെ പെട്ട ഒരാളാണ് നമ്മുടെ ബിജു. എങ്കിലും കൃഷിയേറെ സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബിജുവിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, പൊതുവെ കർഷകർക്ക് ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിയില്ലെങ്കിൽ നമ്മൾ ജീവനും ഇല്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ധാരാളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെ കൃഷിയെ ഏറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നെല്ലുൽപാദന രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബിജുവിന് തുടർന്നും കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള മനസ്സുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ കൊച്ചുമോൾ ഉത്തമൻ, ബിന്ദു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് റഫിൻ ജെഫ്രി, കൃഷി ഓഫീസർ ഗായത്രി PS, അസിസ്റ്റന്റ് ദീപാമണി, റോഷ്ന, തൊഴിലുറപ്പ് എഞ്ചിനീയർ നിതീഷ് കുമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. NCPS ദേശീയ സെക്രട്ടറി സതീഷ് തോന്നയ്ക്കൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെ 100ഓളം അംഗങ്ങൾ ഉടൻ രാജിവെക്കുമെന്നും സതീഷ് തോന്നയ്ക്കൽ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. ഞാൻ NCPSന്റെ ദേശീയ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞാൻ കണിച്ചുകുളങ്ങര പോയിട്ട് നമ്മുടെ ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ അസുഖ വിവരം തിരക്കി പോയായിരുന്നു. അതിൻ്റെ പേരിൽ നമ്മുടെ NCPയുടെ തന്നെ MLA ആയിട്ടുള്ള തോമസ് കെ തോമസ് എനിക്കെതിരെ വ്യാപകമായിട്ട് പരാതി ദേശീയ നേതൃത്വത്തിൽ കൊടുക്കുകയും NCPയുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിരന്തരമായ ഓരോ ആൾക്കാരെ വച്ചിട്ട് ആക്ഷേപങ്ങൾ വെള്ളാപ്പള്ളി നടേശനെതിരെയും എനിക്കെതിരെയും ആരോപിച്ചു വരികയാണ്. അപ്പോൾ നിരന്തരം പുള്ളി ഈ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കണിച്ചുകുളങ്ങര തന്നെ ഞാൻ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ബഹുമാന്യനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടതിൻ്റെ പേരിൽ വീണ്ടും എനിക്കെതിരെ ശരത് പവാർജിക്ക് പരാതി കൊടുക്കുകയും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ നടത്തി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വയം NCPS എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്ന കുട്ടനാട് MLA തോമസ് കെ തോമസ് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സാഹചര്യത്തിൽ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ താൽപ്പര്യമില്ലെന്ന് സതീഷ് തോന്നയ്ക്കൽ പറഞ്ഞു. സംസ്ഥാനത്താകെ വിഘടിച്ചു നിൽക്കുന്ന നിസ്വാർത്ഥരായ നേതാക്കളുമായി കൂടിയാലോചിച്ച് സമൂഹത്തിൻ്റെ മൂല്യവും പൈതൃകവും നിലനിർത്തുന്നതിന് മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിച്ചേർത്ത് പുതിയ നയവും പരിപാടിയും സ്വരൂപിച്ച് മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വാഹിദ് പുത്തൻപുരയ്ക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മാർസി വേളൂർ വട്ടം, അനീഷ് ധർമ്മ, K ബഷീർ, ആകാശ് മോഹൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിഷ്വൽ റേഡിയോ എന്ന നൂതന ആശയത്തിന്റെ സാക്ഷാത്കാര നിറവിൽ ചങ്ങനാശ്ശേരി റേഡിയോ മീഡിയ വില്ലേജ് പ്രക്ഷേപണത്തിന്റെ 14ാം വർഷത്തിലേക്ക്. വാർഷിക ആഘോഷ പരിപാടികൾ ഈ മാസം 22-ന് 4 മണിക്ക് മീഡിയ വില്ലേജ് ക്യാമ്പസിൽ സിനിമാ താരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഇനി കണ്ടും കേട്ടും ഇരിക്കാം എന്ന ടാഗ് ലൈനോടെ 2024 മുതൽ റേഡിയോ പരിപാടികൾ ദൃശ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെന്ന് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നമുക്ക് റേഡിയോയ്ക്ക് പുതിയൊരു ജോയിന്റ് ഡയറക്ടർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ലിബിൻ തുണ്ടുകളം അച്ഛൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മുടെ കത്തീഡ്രൽ പള്ളിയിൽ സഹവികാരിയായി ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചു. അതോടൊപ്പം പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛൻ ഈ മാസം അവസാനത്തോടുകൂടി അച്ഛൻ്റെ ഇവിടുത്തെ താൽക്കാലികമായ ശുശ്രൂഷ അവസാനിപ്പിച്ച് പുതിയ പള്ളിയിലേക്ക് മാറുകയാണ്.
ജിൻഡ മുരിയങ്കരി അച്ഛനാണ് വരാൻ പോകുന്ന പ്രിൻസിപ്പളായിട്ടുള്ളത്. അവിടെ അതിൽ നിന്നും ജിംബേർ എന്ന് പറയുന്ന പുതിയ സംവിധാനം ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ജിംബേറിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് ചാരിറ്റി വേൾഡ് എന്ന് പറയുന്ന ആശയം വീണ്ടും റേഡിയോയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ചാരിറ്റി വേൾഡ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലോക പ്രകാശനമൊക്കെ ആ ചടങ്ങിൽ വെച്ചുണ്ടാകും. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിക്കും. ജോബ് മൈക്കിൾ MLA മുഖ്യ സന്ദേശം നൽകും. റേഡിയോ നടപ്പിലാക്കുന്ന 5 ജീവകാരുണ്യ പദ്ധതി ഇതോടനുബന്ധിച്ച് അവതരിപ്പിക്കും. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരികുമാർ കോയിക്കൽ, SNDP യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, റേഡിയോ ഗവേണിംഗ് ബോഡി അംഗം H. മുസമ്മിൽ ഹാജി, വാർഡ് കൗൺസിലർ ഷൈനി ഷാജി, ഫാദർ ജോഫി പുതുപ്പറമ്പ്, K. വിപിൻ രാജ് എന്നിവർ സംസാരിക്കും. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജോയിന്റ് ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം, SJCC പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ, ഫാദർ മാത്യു മുരിയങ്കരി, വൈസ് പ്രിൻസിപ്പൽ ജോസഫ് തോമസ്, PRO സിബിൻ ജോസഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണത്തിന്റെ വിലയുമായി സ്വർണം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിൽ. പവന് 280 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലെത്തി. പവന് 280 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $2,942 രൂപയുടെ വിനിമയ നിരക്ക് 86.81 24 കാരറ്റ് സ്വർണത്തിന് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് 89 ലക്ഷം രൂപ കടന്നിട്ടുണ്ട്. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വ്യാഴാഴ്ചത്തെ വിപണി നിരക്ക് 64,560 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,070 രൂപയായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,640 രൂപയാണ്. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 108 രൂപയാണ് 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ KPCTU ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 22 ശനിയാഴ്ച നടക്കും. കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. പാചകരംഗത്തെ തൊഴിലാളികളും കാറ്ററിംഗ് മേഖലയിലെ വിവിധ തലങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകളടക്കമുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളും നിരവധി തൊഴിൽ പ്രശ്നങ്ങൾ നേരിടുകയാണ്. വൻകിട സ്ഥാപനങ്ങളുടെ കടന്നുകയറ്റം മൂലം ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകൾ അടഞ്ഞുപോകുന്ന സാഹചര്യമാണുള്ളത്. നിരന്തരം ചൂടും പുകയും ഏൽക്കുന്നത് മൂലം മാറാരോഗികളാകുന്ന പാചക തൊഴിലാളിക്ക് ചികിത്സാ സഹായമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാറില്ല. ഈ മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും പരിഹാരം ആവശ്യപ്പെട്ടുമാണ് KPCTU ഇത്തവണത്തെ ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22-ന് കളർകോട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രേമേന്ദ്രനുമായിട്ട് സംസാരിച്ചപ്പോൾ പൊരുത്തപ്പെട്ടു പോകാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുമായിട്ട് സഹകരിക്കാമെന്നും 2 യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രേമേന്ദ്രൻ MP ചാർജ് ഏറ്റെടുത്തോളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ഒന്ന് കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയനാണ്, അത് സ്റ്റേറ്റ് യൂണിയനാണ്. രണ്ടാമത്തത് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയനാണ്, അതും സ്റ്റേറ്റ് യൂണിയനായിട്ട് രജിസ്ട്രേഷൻ. അതിൻ്റെ മുന്നോടിയായിട്ട് 1 by 1 ആയിട്ട് ഞങ്ങൾ ഓരോ യൂണിയൻ്റെയും സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയാണ്. ഇപ്പോൾ കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 22-ാം തീയതി കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വരുന്നതും പ്രേമേന്ദ്രനാണ്. തുടക്കം കുറിക്കുകയാണത്. അതിനുശേഷം കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലാ സമ്മേളനങ്ങൾ തുടർന്നുള്ള മാസങ്ങളുണ്ടായിരിക്കും. KPCTU ജില്ലാ പ്രസിഡന്റ് KK ജയറാമിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK ജയറാം, സെക്രട്ടറി PH കബീർ, S നൌഷാദ്, VP മോഹൻ, B അജയകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 870 രൂപ, പവന് 64,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.